ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഞാൻ ഡെയിലി വ്ലോഗ് ഇടാന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസം വീഡിയോ ഒന്ന് ഡിലേ ആയി. അതിന്റെ കാരണം വേറൊന്നുമില്ല, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലാണ് കേട്ടോ ഉള്ളത്. കാരണം വേറൊന്നുമല്ല കേട്ടോ, കുഞ്ഞുമണിയുടെ ദേഹത്ത് ഫുള്ള് കുരുക്കള്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അങ്ങനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്കും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ഒക്കെ എടുത്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് കുഞ്ഞുമണിക്ക്. വീഡിയോ ഓൺ ആക്കിയപ്പോഴത്തേക്കും കുഞ്ഞുമണിക്ക് സങ്കടം. കുഞ്ഞുമണി പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ, അമ്മയെ കാണണം, സൂചി കുത്തി എന്നാ പറയുന്നത്. അമ്മയില്ലായിരുന്നു, ഞാനും ചേട്ടായും കുഞ്ഞുമണിയും കൂടാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് വന്നത്. എനിക്കും ചെറിയ രീതിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ സൗണ്ട് കേട്ടാലും നിങ്ങൾക്ക് അറിയാം, ചെറിയ രീതിയിലല്ല വലിയ രീതിയിലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ റിസൾട്ട് കിട്ടാൻ 7:30 ആവുമെന്ന് പറഞ്ഞു കേട്ടോ. 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നത്. അപ്പൊ പിന്നെ ഇനി 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ഞാൻ കരുതി എനിക്കൊരു കൊറിയർ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. കൊറിയർ ഒക്കെ വാങ്ങി അതിനുശേഷം ഒരു ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അതിലേക്ക് കമ്മലും മാലയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ബഡാ ബസാറിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എന്തായാലും 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുപ്പിവളയും മാലയും അങ്ങനെ എല്ലാ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയറും പ്രമാണിച്ച് നല്ല രീതിക്ക് ഓഫറും ഉണ്ട് ബഡാ ബസാറിലേക്ക്. അപ്പോൾ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ചേട്ടായി ബില്ലടിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും കുഞ്ഞുമണി ക്ഷീണിച്ച് എൻ്റെ തോളിലേക്ക് ഉറങ്ങാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ബഡാ ബസാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരത്തെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. 6:30 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയുണ്ട് റിസൾട്ട് വാങ്ങാൻ സമയം. അങ്ങനെ കുഞ്ഞുമണിക്കൊരു തണ്ണിമത്തൻ ജ്യൂസ് വാങ്ങി കൊടുത്തു കേട്ടോ, ഐസൊന്നും ഇടാതെ. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. സമയം അപ്പോഴത്തേക്കും 6:45 കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ അവരോട് ചോദിച്ചായിരുന്നു റിസൾട്ട് ആയിട്ടുണ്ടോ. അപ്പോൾ അവരത് റിസൾട്ട് ഒക്കെ ആയിട്ടുണ്ട്, അത് കമ്പ്യൂട്ടറിലേക്ക് ഒന്ന് സേവ് ചെയ്യണം, ഒരു 7:15 ആകുമ്പോഴത്തേക്കും വന്ന് ചോദിക്കുക, അപ്പോഴത്തേക്കും റിസൾട്ട് തരാമെന്ന് പറഞ്ഞു. കുഞ്ഞുമണിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചെറിയ രീതിക്ക് മൂക്കടവും പിന്നെ ശരീരം ഫുള്ള് കുരുപ്പും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുമണി ഇവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തില്. അങ്ങനെ 7:15 ആയപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഒരു ജനം കേട്ടോ, നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ചെറിയ രീതിയിൽ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും ചേട്ടായി പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൃഷ്ണ ഹോട്ടലിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ വന്ന് എപ്പോഴും ഞങ്ങൾ ഇവിടുത്തെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. മസാല ദോശ അല്ലെങ്കിൽ നെയ്റോസ്റ്റ്, ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ്. ഞാൻ നെയ്റോസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്, ചേട്ടായി മസാല ദോശയും. കുഞ്ഞുമണി ദോശ പറഞ്ഞതിലുള്ള സന്തോഷത്തിലിരുന്ന് ചിരിക്കുകയാണ്. അങ്ങനെ ചേട്ടായിക്കുള്ള മസാല ദോശ എത്തി കേട്ടോ. കുഞ്ഞുമണി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടായി കുഞ്ഞുമണിക്ക് വാരി കൊടുത്തപ്പോഴത്തേക്കും കുഞ്ഞുമണി പറഞ്ഞു കുഞ്ഞുമണിക്ക് വേണ്ട, കുഞ്ഞുമണി വാരി കഴിച്ചോളാന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ കുഞ്ഞുമണി തനിയെ വാരി കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എനിക്കുള്ള നെയ്റോസ്റ്റ് ഇങ്ങ് എത്തിയിട്ടോ. അതിനും കുഞ്ഞുമണി പിച്ചി കഴിക്കുകയാണ് ഇവിടെ. ഞങ്ങൾ 2 തരത്തിലുള്ള ഫുഡ് ഓർഡർ ചെയ്താലും എന്റെ ഫുഡിൽ നിന്ന് ചേട്ടായിക്കും ചേട്ടായുടെ ഫുഡിൽ നിന്ന് എനിക്ക് ഞങ്ങൾ വാരി കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ എനിക്ക് വാരി തരുന്ന കണ്ടിട്ട് ചിരിക്കുകയാണ് ഇവിടെ ഇരുന്ന കുഞ്ഞുമണി. അതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബില്ല് വന്നു. ബില്ല് ചെയ്യുന്ന സ്ഥലത്ത് ബാലരമ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ബാലരമയൊക്കെ നമുക്ക് ഒരു ഹരമല്ലേ. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് ബാലരമ വായിക്കാനുണ്ടോ. ബാലരമയല്ല, ബാലരമ, ബാലഭൂമി, കളിക്കൊടുക്കുക, ഇതൊക്കെ എൻ്റെ വീട്ടിൽ ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് എല്ലാ ആക്രിക്കാരനെ വാരി കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ചെറിയ പോയ ബ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ താമസിയാതെ ഞാൻ എഡിറ്റ് ആക്കി ഇട്ടേക്കാം. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.